യഥാരൂപം അധ്യായം 16 ദേവാസുര ഭാവങ്ങൾ. ഇന്നത്തെ ശ്ലോകങ്ങൾ 7-8. ശ്ലോകം വായിക്കാം. പ്രകൃതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. പ്രവൃത്തിം വിദുരാസുര. ന ശൗചം അപി ആചാരോ സത്യം തേഷു വിദ്യത്തെ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാനാ വിദുരാസുരാഃ. ന ശൗചം നാപി ച ആചാരോ ന സത്യം തേഷു വിദ്യത്തെ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാനാ വിദുരാസുരാഃ. ന ശൗചം നാപി ച ആചാരോ ന സത്യം തേഷു വിദ്യത്തെ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാനാ വിദുരാസുരാഃ. ന ശൗചം നാപി ച ആചാരോ ന സത്യം തേഷു വിദ്യത്തെ. ഹരേ കൃഷ്ണ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാനാ വിദുരാസുരാഃ. ന ശൗചം ന ആചാരോ ന സത്യം തേഷു വിദ്യത്തെ. അസുരാഃ അസുരപ്രകൃതികളായ ജനാഃ ജനങ്ങൾ പ്രവൃത്തിം ച പ്രവർത്തിക്കേണ്ടതിനെയും നിവൃത്തിം ച ചെയ്യരുതാത്തതിനെയും ന വിദു അറിയുന്നില്ല. തേഷു അവരിൽ ശൗചം ശുദ്ധി ന വിദ്യതയില്ല. ആചാര അപിന ആചാരവുമില്ല. സത്യം ചന സത്യവുമില്ല. വിവർത്തനം. ചെയ്യേണ്ടതെന്തെന്നോ ചെയ്യരുതാത്തതെന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടും. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധയോ അവർക്കില്ല. ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാർ മഹാരാജ് കി ജയ്. പരിഷ്കൃത ജനസമൂഹങ്ങളിലെല്ലാം പണ്ട് മുതൽക്കേ അനുസരിച്ചു പോരുന്ന ചില ധർമ്മശാസ്ത്ര നിബന്ധനകൾ ഉണ്ടാകും. വൈദിക സംസ്കാരം സ്വീകരിച്ചവരും ഏറ്റവും പരിഷ്കൃത ജനതയെന്ന് പ്രസിദ്ധിയുള്ളവരുമായ ആര്യന്മാരുടെ ഇടയിൽ വേദപ്രോക്തങ്ങളായ ആചാരങ്ങൾ അനുസരിക്കാത്ത കൂട്ടരെ ആസുര സ്വഭാവികളെന്ന് കരുതിപ്പോന്നു. ധർമ്മശാസ്ത്ര നിയമങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞു അനുസരിക്കണമെന്ന് ആഗ്രഹവുമില്ല. പലർക്കും അറിവില്ല. അറിഞ്ഞവർക്ക് അനുസരിക്കാൻ സന്നദ്ധതയോ വിശ്വാസമോ ഇല്ല. അതിനാൽ വേദനിർദ്ദേശങ്ങൾക്ക് അവർ വഴങ്ങുകയുമില്ല. ബാഹ്യമായോ ആന്തരമായോ ഉള്ള ശുചിത്വവും ഈ ആസുരന്മാർക്കില്ല. ഉളി, പല്ലുതേപ്പ്, വസ്ത്രം മാറ്റൽ മുതലായവ പതിവായി ചെയ്ത് ശരീരം ശുദ്ധമാക്കി വെക്കുന്നവരിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അതത്രേ ബാഹ്യശുദ്ധി. ആന്തരശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ സ്മരിക്കുകയും മഹാമന്ത്രം ജപിക്കുകയും വേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ രണ്ടു തരം ശുചിത്വത്തെയും ആ ആസുര സ്വഭാവികൾ ഇഷ്ടപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് നിർദ്ദിഷ്ടങ്ങളായ അനവധി നിബന്ധനകളുണ്ട്. മനുഷ്യവർഗത്തിന്റെ ഒട്ടാകെ നിയമഗ്രന്ഥമാണ് മനുസംഹിത. ഇന്നും പൈതൃകാവകാശം മുതലായ നിയമ വിഷയങ്ങളിൽ
ഹിന്ദുക്കൾ ഈ സംഹിതയെയാണ് ആശ്രയിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ലെന്ന് മനുസംഹിത വ്യക്തമായി പറയുന്നു. അവരെ അടികളെ പോലെ കരുതണമെന്നല്ല ഇതിന്റെ അർത്ഥം, കുട്ടികളെ പോലെ നോക്കണമെന്നാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അവർ അടിമകളെ പോലെ കരുതപ്പെടുന്നു എന്നർത്ഥമില്ല. ഇത്തരം പ്രമാണങ്ങളെ അസുരന്മാർ ഇന്ന് തിരസ്കരിച്ചു കഴിഞ്ഞു. പുരുഷന്മാർക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും വേണമെന്നാണ് അവരുടെ വാശി. ഏതായാലും ഇത് ലോകത്തിൽ ഇവയിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ കൂടുതൽ മെച്ചമാക്കിയിട്ടില്ല. വാസ്തവത്തിൽ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും സ്ത്രീക്ക് സുരക്ഷിതത്വമാണ് ആവശ്യം. ബാല്യത്തിൽ പിതാവും, യൗവനത്തിൽ ഭർത്താവും, വാർദ്ധക്യത്തിൽ പ്രായം തികഞ്ഞ പുത്രനും സ്ത്രീയുടെ രക്ഷ കൈയേൽക്കണം. മനുസംഹിത വിധിക്കുന്ന ശരിയായ സാമൂഹ്യ നിയമമാണിത്. ആധുനിക വിദ്യാഭ്യാസം സ്ത്രീ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പൊള്ളയായ ധാരണ കൃത്രിമമായി ആവിഷ്കരിക്കയാൽ വിവാഹം എന്നത് സമൂഹത്തിന് കേവലം ഒരു ഭാവനയായി. സ്ത്രീയുടെ ധാർമ്മിക നിലവാരവും ഇന്ന് ഉത്കൃഷ്ടമായെന്ന് പറയാൻ വയ്യ. ആസുരപ്രകൃതിയുള്ളവർ ഋഷീശന്മാരുടെ അനുഷ്ഠാനത്തെ അംഗീകരിക്കാത്തത് കൊണ്ടും അവർ നിർദ്ദേശിച്ച നിയമങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടും അസുരന്മാരുടെ സാമൂഹ്യ സ്ഥിതി എത്രയും ശോച്യമായിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 8. അസത്യം അപ്രതിഷ്ഠം തേ ജഗത് ആഹോ അനീശ്വരം അപരസ്പരം അസംഭൂതം കിം അന്യത് കാമഹൈതുകം അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹോരനീശ്വരം അപരസ്പര സംബോധം കിമന്യത് കാമഹൈതുകം അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹോരനീശ്വരം അപരസ്പര സംബോധം കിമന്യത് കാമഹൈതുകം അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹോരനീശ്വരം അപരസ്പര സംബോധം കിമന്യത് കാമഹൈതുകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹൂരനീശ്വരം അപരസ്പര സംഭൂതം അന്യത് കാമഹൈതുകം. തേ അവർ ജഗത്തിനെ അസത്യം സത്യരഹിതമെന്നും അപ്രതിഷ്ഠം അടിസ്ഥാനമില്ലാത്തതെന്നും അനീശ്വരം ഈശ്വരനില്ലാത്തതെന്നും ആഹു പറയുന്നു. കാമഹൈതുകം കാമഹേതുവായി, അപരസ്പര സംഭൂതം അന്യോന്യമിളനതിൽ നിന്നും ഉണ്ടായതാണ്. കിം അന്യത് മറ്റു കാരണമൊന്നുമില്ല. വിവർത്തനം. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിനു നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. അസുര സ്വഭാവികൾ പ്രപഞ്ചത്തെ ഒരു മായാ കാഴ്ചയായി കരുതുന്നു. കാരണമോ കാര്യമോ നിയന്താവോ ഉദ്ദേശ്യമോ അതിനില്ല. എല്ലാം മിഥ്യയാണ്. യാദൃശ്യമായ ഭൗതിക കർമ്മങ്ങളുടെയും അവയുടെ പ്രതികരണങ്ങളുടെയും ഫലമായി വിശ്വാവിഷ്കാരം ഉണ്ടാകുന്നു. ഈശ്വരൻ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ സൃഷ്ടിച്ചതല്ല ഇത് എന്നും അവർ കരുതുന്നു. അവർക്ക് അവരുടേതായ തത്വശാസ്ത്രമാണുള്ളത്. പ്രപഞ്ചം തനിയെ അങ്ങുളവായി എന്നല്ലാതെ അതിന്റെ ഉത്ഭവത്തിന് പിറകിൽ ഒരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാനും അവർ
കാരണം കാണുന്നില്ല. ജഡപദാർത്ഥത്തിനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല അവരുടെ ദൃഷ്ടിയിൽ. പരമാത്മാവിനെ അവർ അംഗീകരിക്കുന്നുമില്ല. എല്ലാം ജഡപദാർത്ഥം തന്നെ. ബ്രഹ്മാണ്ടമാകെ ഒരജ്ഞാനഗോളമത്രേ. സർവം ശൂന്യം. ആവിഷ്കാരങ്ങളെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ അന്തർഭൂതമായ അജ്ഞാനത്തിന്റെ സൃഷ്ടികൾ. വിഭിന്ന ആവിഷ്കാരങ്ങളത്രയും ആ അജ്ഞാനത്തിന്റെ പ്രദർശനങ്ങൾ തന്നെയെന്നവർ ഉറയ്ക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്ത പലതിനെയും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണിതും. ഉണരുമ്പോൾ മാത്രമാണവ അയഥാർത്ഥങ്ങളെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ജീവിതം ഒരു സ്വപ്നമാണെന്ന് അസുരന്മാർ പറയുമെങ്കിലും ആ സ്വപ്നത്തെ ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് വേണ്ടത്രയുണ്ട്. അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അവർ സ്വപ്നലോകത്തിൽ അധികം കുടുങ്ങിപ്പോകുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്ന് മാത്രമാണെന്നതുപോലെ ആത്മാവിനെ കൂടാതെയാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. ഭൗതിക പദാർത്ഥത്തിന്റെ ഒരു സമ്മിശ്രണത്തിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി. ആത്മാവിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അനേകം ജീവികൾ വിയർപ്പിൽ നിന്നുണ്ടാകുന്നു. മരിച്ച ശരീരത്തിൽ നിന്നും കാരണം കൂടാതെ ജീവികൾ ഉണ്ടായി കാണാറുണ്ട്. വിശ്വാവിഷ്കാരത്തിലും അങ്ങനെ തന്നെ ഭൗതിക പദാർത്ഥങ്ങളുടെ സമ്മിശ്രണ വൈവിധ്യത്താൽ ജീവികളെല്ലാം പിറന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക പ്രകൃതിയല്ലാതെ ഈ വിശ്വസർഗത്തിന് മറ്റൊരു കാരണമില്ല. ഇതൊക്കെയാണ് അക്കൂട്ടരുടെ വിശ്വാസം. മായാധ്യക്ഷണ പ്രകൃതി സൂയതേ ചരാചരം. ഈ ഭൗതിക ലോകമെല്ലാം എന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ വചനങ്ങളെ അവർ വിശ്വസിക്കുന്നില്ല. അസുര സ്വഭാവികൾക്ക് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി പൂർണ്ണമായ അറിവ് ഇല്ലെന്നു തന്നെ പറയാം. ഓരോരുത്തർക്കും തന്റേതായ ഒരു സിദ്ധാന്തമാണുള്ളത്. അവരുടെ ദൃഷ്ടിയിൽ ധർമ്മശാസ്ത്രങ്ങളുടെ ഭാഷ്യങ്ങളെല്ലാം മെച്ചപ്പെട്ടവ തന്നെ. ധർമ്മഗ്രന്ഥങ്ങളുടെ അനുശാസനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഭയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ സ്വപദ്ഭുതം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജമിദം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യദേ നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ദൂരവാണി പ്രചാരിണേ നിർവിശേഷ ശൂദ്രേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ ദേവി ശ്രീവാസദേവി ദൈത്യായ പ്രഭാദ്വേ കൃഷ്ണസംബന്ധ വിജ്ഞാനധായിനേ നമഃ. മാധുര്യോജ്വല പരിമള ശൂരോധാനുഭക്തിക ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനകാരിണി രൂപാനുപവിരുദ്ധാപസിദ്ധാന്താരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബ സാംബോധേ ഗാന്ധുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ നിർവിഘ്നാനുഭാവരായതേ. ഗൗരാവിർഭാവഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസാവത്ര ശ്രീജഗന്നാഥായ നമഃ. ശ്രീരൂപ സനാതന ഭക്തരഘുനാഥ ശ്രീജീവ ഗോപാലഭട്ട ഗൗരി ചരൺ ബന്ധ ജഹാനോദ വിജ്ഞാനാഷ്ടപൂരം വാഞ്ചാകൽപതരുഭ്യോ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമോ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേക്ഷ ഗോപികാ കാന്ത നമോസ്തുതേ. ജയതാം സുഗതോ പങ്കോ മമ മന്ദമദേർഗതി മത്സർവസ്വപദാംബോജോ രാമതനമോഹനോ
ദിവ്യാദൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ ദൃഷ്ടാലഭേ സേവ്യമാനം സ്മരാമി ശ്രീമന്ദാസുരസാരംഭീ വംശീവടത്തടസ്ഥിതഃ പശ്യൻ വേണു സ്വനേതൃപി തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കണമെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും ശ്രീല പ്രഭുപാദിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരബന്ധങ്ങൾ എന്റെ ദണ്ഡവത്താണ്. ഹരേ കൃഷ്ണ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാനാ വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. ചെയ്യേണ്ടത് എന്തെന്നോ ചെയ്യരുതാത്തത് എന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാസുര ഭാവങ്ങൾ, അതായത് ദൈവികമായ ഗുണങ്ങളും അസുരന്മാരുടെ ഗുണങ്ങളും അവരുടെ ഭാവങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അവരുടെ ഗുണങ്ങളെ പറ്റി പഠിച്ചു. അവർക്ക്, അതായത് അസുര ഗുണങ്ങൾ എന്തൊക്കെയാണ്, അസുരന്മാർക്കുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിശേഷണം, അവർക്കുണ്ടാകുന്ന അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ആ പെരുമാറ്റത്തിൽ കാണിക്കുന്ന ഗുണങ്ങളാണ് പഠിച്ചത്. ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ അസുര ഗുണങ്ങളാണ്. അവർ കാണിക്കുന്ന, അവരിൽ പ്രകടമാകുന്ന ആ ഗുണങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം അസുരന്മാരിൽ കാണും. അതായത് അവർക്ക് തങ്ങളുടേതായ രീതിയിൽ അഭിമാനം, അവരാണ് എല്ലാത്തിന്റെയും അധിപതി, അവർക്ക് അവരുടെ സ്ഥാനമാണ് ഏറ്റവും വലുത്, അവരാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഭാവം, അവർക്ക് എല്ലാം അവരുടെയാണ് ഉണ്ടായതെന്ന ഭാവം. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ അജ്ഞാനമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ക്രോധം പെട്ടെന്ന് വരും. ഇതെല്ലാം അവരുടെ ആ ഗുണങ്ങളിൽ പെടുന്നു. അടുത്ത ശ്ലോകത്തിൽ പഠിച്ചു, ഭൗതിക ഗുണങ്ങൾ മുക്തി സാധകങ്ങൾ, അതായത് ദൈവികമായ ഗുണങ്ങൾ ഉള്ളവർക്ക് മുക്തിയിലേക്ക് നയിക്കുന്നവരെ, എന്നാൽ ആശ്രികമായ ഗുണങ്ങൾ ഉള്ളവരെ ബന്ധിപ്പിക്കപ്പെട്ട് ഈ ഭൗതിക സാഗരത്തിൽ തന്നെ ജന്മം മരണം ഡിഡി സൈക്കിളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അർജുനൻ അത് കേട്ടപ്പോൾ അർജുനന് സംശയമായി. അർജുനനും ഇതില് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് അർജുനന്റെ അവസ്ഥ? അപ്പോ ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നു. അതായത് അർജുന, നീ പേടിക്കണ്ട, നീ ദൈവിക ഗുണങ്ങളോടുകൂടി പിറന്നത് കൊണ്ട് നീ ഇതില് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ദോ ഭൂതസർഗോ ലോകേ അസ്മിൻ ദൈവ ആസുര ഏവച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു. പാർത്ഥ, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം, ദൈവികം എന്നീ രണ്ട് വിഭാഗങ്ങളിൽ ഒന്നിൽപ്പെടും. ഞാൻ ദൈവിക ഗുണങ്ങളെ പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ, ഇനി ആസുരങ്ങളായവയെ വിവരിക്കാം. ആദ്യം ദൈവികമായ ഗുണങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, വിശദമായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇനി ആസുരങ്ങളായ അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അവരിലുള്ള സ്വഭാവങ്ങൾ എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് 7ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്, അതായത് പ്രവൃത്തി, അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. പ്രവൃത്തി ച നിവൃത്തിയും ച. നിവൃത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യരുതാത്തത് എന്താണ്, അതായത് പ്രവൃത്തിയും ച നിവൃത്തിയും ച, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നോ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണെന്നോ അസുര സ്വഭാവികൾക്ക് അറിയില്ല. അതായത് നമുക്ക് ഓരോ വ്യക്തിക്കും നമ്മുടെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഓരോ ജീവാത്മാക്കളും അവരവരുടെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അത് അതേപടി ചെയ്യുകയാണ്
ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ ചെയ്യേണ്ടത്. എന്നാൽ ഇവര് അസുര സ്വഭാവികളായതുകൊണ്ട് അവർക്ക് ഈ ശാസ്ത്രങ്ങളിലൊന്നും ജ്ഞാനമില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യാതിരിക്കണമെന്നോ ഉള്ള അറിവ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് തോന്നിയ പോലെ അവര് ചെയ്തുകൊണ്ടിരിക്കും. അത് അവർക്ക് അറിയുന്നില്ല. ചെയ്യേണ്ടത് എന്താണെന്നുള്ള കാര്യം അവർക്ക് അജ്ഞാനത്താൽ അവർക്ക് അറിയുന്നില്ല. ന ശൗചം ന അപി ച ആചാരോ. ന ശൗചം, അതായത് അവർക്ക് ഒരിക്കലും അവരുടെ ജീവിത രീതിയിൽ ശൗചം, അതായത് നമ്മളെപ്പോഴും പറയും ക്ലീൻനെസ്, വൃത്തി, അതവർക്ക് തീരെയില്ല. ശൗചം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ശൗചം: ബാഹ്യ ശൗചം, ആഭ്യന്തര ശൗചം. ബാഹ്യമായ ശൗചം എന്ന് പറയുന്നത് നമുക്ക് കുളിയാണ്, അല്ലെ? ആ കുളിക്കുന്നതിലൂടെ നമ്മൾ ബാഹ്യമായി നമ്മുടെ ശരീരം ശുചിയാക്കുന്നു. അതിനുശേഷം നമ്മൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് ശുദ്ധിയായി. ബാഹ്യമായ ശൗചം അവിടെ വന്നു. ആഭ്യന്തര ശൗചം എന്ന് പറഞ്ഞാൽ നമുക്ക് നാമജപം, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് ആഭ്യന്തര ശൗചം വന്നു. എന്നാൽ ഈ അസുര സ്വഭാവികൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നുമുള്ള അറിവില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ തരത്തിലുള്ള ശൗചവുമില്ല. അവർക്ക് കുളിക്കാനുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല. അതായത് അവർക്ക് എങ്ങനെയായാലും മതി, അവരുടെ ജീവിത രീതി അങ്ങനെയാണ്. സത്യം തേഷു വിദ്യതേ. അത് കഴിഞ്ഞ ശൗചം നാഭിച്ച ആചാരോ, അതായത് അവർക്ക് അവരുടേതായ സ്വഭാവ രീതികൾ, അവർക്ക് എങ്ങനെ പെരുമാറണം അതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, അതായത് വിശ്വനാഥ ചക്രവർത്തി പറയുന്നുണ്ട്, വേദിക് കൾച്ചറിൽ ഓരോ വ്യക്തികളോടും, അതായത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ആധ്യാത്മിക ഗുരുവിനോട് എങ്ങനെ പെരുമാറണം, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള ആ സ്വഭാവ രീതികളുണ്ട്. ഓരോ വ്യക്തികളോടും ഓരോ രീതിയിൽ റെസ്പെക്ട് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്ട് കൊടുക്കുക, എങ്ങനെയാണെന്നുള്ള നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതൊന്നും അറിയുന്നില്ല. അവർക്ക് മൃഗങ്ങളെ പോലെ, അതായത് ചക്രവർത്തി പറയുന്നത് ദേ ആക്ട് ലൈക്ക് അനിമൽസ്, അതായത് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് തുല്യമാണ്. ആസുര സ്വഭാവികൾക്ക് മൃഗതുല്യമാണ് അവരുടെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതികൾ. ഒരു ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാവരോടും പെരുമാറുന്ന രീതിയും ഒക്കെ മൃഗങ്ങൾക്ക് തുല്യമാണ് ആസുര സ്വഭാവികൾ. പരിഷ്കൃത ജനസമൂഹങ്ങളിലെല്ലാം പണ്ട് മുതൽക്കേ അനുസരിച്ചു പോരുന്ന ചില ധർമ്മശാസ്ത്ര നിബന്ധനകൾ ഉണ്ടാവും. വൈദിക സംസ്കാരം സ്വീകരിച്ചവരും ഏറ്റവും പരിഷ്കൃത ജനതയെന്ന് പ്രസിദ്ധിയുള്ളവരുമായ ആര്യന്മാരുടെ ഇടയിൽ വേദപ്രോക്തങ്ങളായ ആചാരങ്ങൾ അനുസരിക്കാത്ത കൂട്ടരെ ആസുര സ്വഭാവികളെന്ന് കരുതിപ്പോകുന്നു. വേദങ്ങളൊന്നും അനുസരിക്കാത്തവര്, ആചാരങ്ങളൊന്നും അനുസരിക്കാത്തവരെയാണ് ആസുര സ്വഭാവികൾ എന്ന് പറയുന്നത്. ധർമ്മശാസ്ത്ര നിയമങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ, അറിഞ്ഞനുസരിക്കണമെന്ന് ആഗ്രഹവുമില്ല. പലർക്കും അറിവില്ല. അറിഞ്ഞവർക്ക് അനുസരിക്കാൻ സന്നദ്ധതയോ വിശ്വാസമോ ഇല്ല. അതിനാൽ വേദനിർദ്ദേശങ്ങൾക്ക് അവർ വഴങ്ങുകയുമില്ല. ബാഹ്യമായോ ആഭ്യന്തരമായോ ഉള്ള ശുചിത്വവും ഈ അസുരന്മാർക്കില്ല. കുളി, പല്ലുതേപ്പ്, വസ്ത്രമാറ്റൽ മുതലായവ പതിവായി ചെയ്ത് ശരീരം ശുദ്ധമാക്കി വെക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അതത്രേ ബാഹ്യശുദ്ധി. ആന്തരശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ സ്മരിക്കുകയും മഹാമന്ത്രം ജപിക്കുകയും വേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ 2 തരം ശുചിത്വത്തെയും ആസുര സ്വഭാവികൾ ഇഷ്ടപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് നിർദ്ദിഷ്ടങ്ങളായ അനവധി നിബന്ധനകളുണ്ട്. മനുഷ്യവർഗത്തിന്റെ ഒട്ടാകെ നിയമഗ്രന്ഥമാണ് മനുസംഹിത. ഇന്നും പൈതൃകാവകാശം മുതലായ നിയമവിഷയങ്ങളിൽ ഹിന്ദുക്കൾ ഈ സംഹിതയെയാണ് ആശ്രയിക്കുന്നത്. അതായത് മനുസംഹിതയിൽ പറയുന്നു, പിതാ രക്ഷതി കൗമാരി ഭർത്താ രക്ഷതി യൗവനെ രക്ഷന്തി സ്ഥവിരം പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. മനുസംഹിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അത് ഉദ്ദേശിക്കുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം, അതായത് സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമില്ല എന്നത് ആ സ്ത്രീ എന്ന് പറയുന്നത് അത്രയും കുട്ടികളെ പോലെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ആ അർത്ഥത്തിലാണ് അവിടെ മനുസംഹിതയിൽ അവിടെ പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് ആളുകൾ അത് തെറ്റിദ്ധരിച്ച് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീക്ക് തുല്യ സ്വാതന്ത്ര്യം വേണം, ഇതിനുവേണ്ടി വാദിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവര് അങ്ങനെ പ്രതികരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ
നമ്മള് അവളെ റെസ്പെക്ട് കൊടുത്ത്, അവർക്ക് അതിൻ്റെതായ റെസ്പെക്ട് കൊടുത്ത് ഓരോ പ്രായത്തിലും അവളെ സംരക്ഷിക്കണം. അതാണ് മനുസംഹിതയിൽ ഉദ്ദേശിക്കുന്നത്. പിതാ രക്ഷതി കൗമാരി, അതായത് കുട്ടിയായിരിക്കുമ്പോൾ അവളെ പിതാവ് രക്ഷിക്കണം. അവിടുന്ന് വലുതായി കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് സംരക്ഷിക്കണം. അത് കഴിഞ്ഞ് പ്രായമാകുമ്പോൾ സംരക്ഷിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്വന്തമായി പുറത്തു പോകാനോ അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തില് കൂടുതൽ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് തെറ്റിദ്ധരിച്ചിട്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ തെറ്റിദ്ധരിച്ച് സ്ത്രീക്ക് സ്വാതന്ത്ര്യം പുരുഷന്മാർക്കൊപ്പം വേണം എന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തുല്യ സമത്വം വേണമെന്ന്. പക്ഷെ ആ തുല്യ സമത്വം കിട്ടിയാലും അത് ദുരുപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കും തോറും അതിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. സ്ത്രീക്കെതിരെ ഉപഭോഗ വസ്തുവായി ഉപയോഗിച്ച് ദിവസം നമ്മൾ ന്യൂസ് പേപ്പറിൽ കേൾക്കുന്നതാണ് അല്ലെ, 3 വയസ്സായ കുട്ടി, ഇത്രയും ചെറിയ കുട്ടി, ഒരു സ്ത്രീ ഫീമെയിൽ ആണെന്നുള്ള ഒരു കാരണം കൊണ്ട് ആ കുട്ടിയെ ഉപയോഗിച്ച് അതിന്റെ ജീവിതം നശിപ്പിച്ച് കൊല ചെയ്യപ്പെടുകയും വരെ ആണ് നടക്കുന്നത്. ഇതൊക്കെയാണ് ശരിക്കും സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഓരോ ന്യൂസ് നമ്മൾ കേൾക്കുമ്പോഴും ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ഇന്നത്തെ തലമുറ അത് ചെയ്യുന്നില്ല. കാരണം എന്താണ്? എല്ലാവരും ആസുര സ്വഭാവികളായി മാറിക്കഴിഞ്ഞു. അവരുടെ സ്വഭാവം ആസുരന്മാരുടേത് പോലെയായി. അവർക്ക് എങ്ങനെയാണ് ഓരോ വ്യക്തികളോട് പെരുമാറേണ്ട രീതി എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ശാസ്ത്രങ്ങൾ പഠിക്കാത്തതിന്റെ അതിന്റെ ഒരു എന്താ പറയാ പ്രതിഫലനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആധ്യാത്മിക ജ്ഞാനം കുറഞ്ഞു പോയത് കൊണ്ട് ഇന്നത്തെ തലമുറ ആസുര സ്വഭാവികളായി മാറിക്കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് ആരോടും റെസ്പെക്ട് ഇല്ലാതെ തോന്നിയ മാതിരി അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. അതില് സമൂഹത്തില് ഇങ്ങനെയുള്ള ഒരുപാട് സ്വാഭാവികമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനു മുമ്പുള്ള തലമുറയിലൊന്നും കേൾക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ആസുര സ്വഭാവം വർദ്ധിച്ചതിന്റെ കാരണങ്ങളാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിന്റെ ഓരോന്നിന്റെയും പ്രതിഫലനങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആസുര സ്വഭാവങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ വരുന്ന ഈ തലമുറകളിലെ എല്ലാം ജനിക്കുന്ന കുട്ടികളെല്ലാം ആസുര സ്വഭാവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ഇങ്ങനെയുള്ള ആചാരങ്ങൾ, അതായത് ഭക്തി മാർഗത്തിലേക്ക് വരാൻ ഇന്നത്തെ യുവതലമുറകള് വളരെ കുറച്ച് മാത്രമാണ് വരുന്നത് അല്ലെ. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവരുടേതായ രീതിയിൽ ജീവിക്കുകയാണ്. ഈ മനുസംഹിതയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സ്ത്രീക്ക് സംരക്ഷണമാണ് വേണ്ടത്. അതുകൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യ അർഹത. ഇതിൽ തന്നെ ഈ ശ്ലോകം മനുസംഹിതയിലെ 9.3 പറയുന്നത്. അടുത്തത് 3.56 പറയുന്നുണ്ട്, എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എത്രേതാ ന പൂജ്യന്തേ സർവാസ്താഫല ക്രിയ. അതായത് എവിടെയൊക്കെയാണോ സ്ത്രീകളെ ആദരിക്കപ്പെടുന്നത് അവിടെയൊക്കെ ദൈവങ്ങള് സന്തോഷിക്കുകയാണ് അവിടെ. വെൻ ദേ ആർ നോട്ട് ഹോണേഡ് ഓൾ ആക്ഷൻസ് ആർ ഫ്രൂട്ട്ലെസ്. അതായത് അവരെ ആദരിക്കാത്ത, ഓണർ ചെയ്യാത്ത സ്ഥലങ്ങളിലെല്ലാം അവർക്ക് നിഷ്ഫലം, അവരുടെ പ്രവൃത്തികളെല്ലാം നിഷ്ഫലമായി മാറുകയാണ്. അതായത് അതാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെ. സ്ത്രീക്ക് അവരുടേതായ റെസ്പെക്ട് കൊടുക്കാതെ അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വിപത്തുകളാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തും നടക്കുകയില്ല. അതായത് എല്ലാവർക്കും ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, വൃദ്ധരോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ആചാര്യന്മാരോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചു വരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു തലമുറ ഉണ്ടാവുകയില്ല. അതായത് ആധ്യാത്മിക ജ്ഞാനം കുട്ടികളിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അവരിലൂടെ അത് പുതിയ തലമുറയിലേക്ക് പകരാൻ സാധിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനൊരു മാർഗവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തലമുറ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അടിമകളെ പോലെ കരുതണമെന്നല്ല ഇതിന്റെ അർത്ഥം, കുട്ടികളെ പോലെ നോക്കണമെന്നാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അവർ അടിമകളെ പോലെ കരുതപ്പെടുന്നു എന്നർത്ഥമില്ല. ഇത്തരം പ്രമാണങ്ങളെ അസുരന്മാർ ഇന്ന് തിരസ്കരിച്ചു കഴിഞ്ഞു. പുരുഷന്മാർക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും വേണമെന്നാണ് അവരുടെ വാശി. ഏതായാലും ഇത് ലോകത്തിൽ പൊതുവെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ കൂടുതൽ മെച്ചമാക്കിയിട്ടില്ല. വാസ്തവത്തിൽ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും സ്ത്രീക്ക് സുരക്ഷിതത്വമാണ് ആവശ്യം. ബാല്യത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പ്രായം തികഞ്ഞ പുത്രനും സ്ത്രീയുടെ രക്ഷ കൈയേൽക്കണം. മനുസംഹിത വിധിക്കുന്ന ശരിയായ സാമൂഹ്യ നിയമമാണിത്.
ആധുനിക വിദ്യാഭ്യാസം സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൊള്ളയായ ധാരണ കൃത്രിമമായി ആവിഷ്കരിക്കുകയാൽ വിവാഹം എന്നത് സമൂഹത്തിന് കേവലം ഒരു ഭാവനയായി. സ്ത്രീയുടെ ധാർമ്മിക നിലവാരവും ഇന്ന് ഉത്കൃഷ്ടമായെന്ന് പറയാൻ വയ്യ. ആസുര പ്രകൃതിയുള്ളവർ സാമൂഹ്യ നന്മയ്ക്കുതകുന്ന ഏത് പ്രമാണത്തെയും എതിർക്കുകയുള്ളൂ. ഋഷീശ്വരന്മാരുടെ അനുഭവജ്ഞാനത്തെ അംഗീകരിക്കാത്തതുകൊണ്ടും അവർ നിർദ്ദേശിച്ച നിയമങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടും അസുരന്മാരുടെ സാമൂഹ്യ സ്ഥിതി എത്രയും ശോച്യമായിരിക്കുന്നു. അതായത് ഇന്നത്തെ തലമുറയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദ്രൗപദർ അന്നേ നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ. ഇപ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അതായത് വിവാഹം എന്നൊരു ആചാരം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി വരുന്ന തലമുറയിലേക്കൊന്നും ഈ വിവാഹം എന്ന ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. അത്രയ്ക്ക് തലമുറ മാറിക്കഴിഞ്ഞു. അവർക്ക് ലിവിങ് ടുഗദർ അതാണ് വേണ്ടത്. അതായത് അവരുടെ ജീവിതം അവരുടേതായ രീതിയിൽ അനുഭവിച്ചു തീർക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെതായ രീതികൾ, അതെന്തിനാണ്, അതിൻ്റെ ആ സംസ്കാരം എന്താണ്, അതൊന്നും ആ തലമുറയ്ക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അത് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം മനസ്സിലാക്കി ജീവിക്കണം. അതായത് അസുര സ്വഭാവികളുടെ ജീവിതമാണ് ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അതായത് സുരന്മാർ കുറവും അസുരന്മാർ കൂടി വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കലികാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 8. അസത്യം അപ്രതിഷ്ഠം തേ ജഗദഹോരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗിക അഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. അസത്യം, അതായത് സത്യമായിട്ട് ഒന്നുമില്ല. അതാണ് അസുരന്മാര് കൊണ്ടു നടക്കുന്ന അവരുടെ തത്വം. പിന്നെന്താണ് അപ്രതിഷ്ഠം, അതായത് അടിസ്ഥാനം. നമുക്ക് ഒരു വീട് പണിയാണെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ തറകെട്ട ആ ഒരു അടിസ്ഥാനം വേണമല്ലേ. ഇതൊന്നും അവർക്കില്ല. സത്യം അപ്രതിഷ്ഠം, അടിസ്ഥാനമില്ല സത്യം. അതായത് സത്യത്തിന് യാതൊരു വിലയുമില്ല അവർക്ക്. ഈ അസുര സ്വഭാവികൾക്ക് സത്യത്തിന് വിലയില്ലാത്തതും, അതായത് അടിസ്ഥാനം, ഈ പ്രപഞ്ചം എങ്ങനെയാണ്, ജഗദാഹുരനീശ്വരം, ഈ ജഗത്ത് എങ്ങനെയാണ് ഉണ്ടായത്, അതിനൊരു ഈശ്വരൻ ഇല്ല. അതായത് ഇവിടെ നിന്നാണ് തുടങ്ങിയതെന്നുള്ള അവർക്ക് അറിവില്ല. അതിങ്ങനെ ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു, അത് മാത്രം. അങ്ങനെയുള്ള ഒരു അറിവേ അവർക്കുള്ളൂ. അത് അറിയാനും അവര് ശ്രമിക്കുന്നില്ല. അപരസ്പര സംഭൂതം, അതായത് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാല് ഭൗതിക പ്രകൃതിയില് പുരുഷനും സ്ത്രീയും ചേർന്ന് കുട്ടികൾ ഉണ്ടായി, അങ്ങനെ ആ തലമുറകൾ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു അറിവ് മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് ഈശ്വരൻ ഈ ജഗത്ത് സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നും അവർക്കില്ല. വെറും കിമന്യത് കാമഹൈതുകം, അതായത് വെറും കാമം, അത് തീർക്കാൻ വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതെന്നും അത് മാത്രമാണ് ഒരേ ഒരു ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ അസുര സ്വഭാവികളുടെ തത്വജ്ഞാനം. അവർ പറയുന്ന തത്വജ്ഞാനം. അതായത് ഈ ലോകം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലസ്റ്റ്, അതായത് കാമം മാത്രമാണ്. അതിനു വേണ്ടിയാണ് നമ്മള് ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നത്. അത് തീർക്കുക, എൻജോയ് ചെയ്യുക. അതായത് നമ്മുടെ സെൻസ് എൻജോയ്മെന്റ്, നമ്മൾ എങ്ങനെയാണോ ജനിച്ചിരിക്കുന്നത് അത് നമ്മൾ ഈ ജന്മം മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് ആ ജീവിതം അടിച്ചു പൊളിച്ച് തീർക്കുക. അതാണ് അവർ പറയുന്ന തത്വശാസ്ത്രം. അതായത് അവർക്ക് അത്രേ അറിയുള്ളൂ. അതല്ലാതെ ഭഗവാൻ എന്തിനാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത്, ജീവാത്മാക്കൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്രയധികം ജീവാത്മാക്കള് 84 ലക്ഷം യോനികളിലൂടെ കടന്നു വന്ന് ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്നോ അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്നോ ഇതൊന്നും അവർക്ക് അറിയുന്നില്ല. ആസുര സ്വഭാവികൾ പ്രപഞ്ചത്തെ ഒരു മായ കാഴ്ച എന്ന് കരുതുന്നു. കാരണമോ കാര്യമോ നിയന്താവോ ഉദ്ദേശമോ അതിനില്ല, എല്ലാം മിഥ്യയാണ്. യാദൃശ്ചികമായ ഭൗതിക കർമ്മങ്ങളുടെയും അവയുടെ പ്രതികരണങ്ങളുടെയും ഫലമായി വിശ്വാവിഷ്കാരം ഉണ്ടാകുന്നു. ഈശ്വരൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചതല്ല ഇത് എന്നും അവർ കരുതുന്നു. അവർക്ക് അവരുടേതായ തത്വശാസ്ത്രമാണ് ഉള്ളത്. പ്രപഞ്ചം തനിയെ അങ്ങ് ഉളവായി എന്നല്ലാതെ അതിന്റെ ഉത്ഭവത്തിന് പിറകിൽ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കാനും അവർ കാരണം കാണുന്നില്ല. ജഡപദാർത്ഥത്തിനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല. അവർക്കെല്ലാം ഒരേപോലെ, ജഡപദാർത്ഥമായാലും ജീവൻ, അതായത് ആത്മാവ് ഉണ്ടെന്ന് തന്നെ അവര് സമ്മതിക്കുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ പരമാത്മാവിനെ അവർ അംഗീകരിക്കുന്നുമില്ല. എല്ലാം ജഡപദാർത്ഥം തന്നെ. ബ്രഹ്മാണ്ടമാകെ ഒരു അജ്ഞാനഗോളം എത്രേ, സർവം ശൂന്യം. അവരുടെ ദൃഷ്ടിയിലെല്ലാം സർവം ശൂന്യം, എല്ലാം ഒരു അജ്ഞാനഗോളം. ഭൂമി എന്ന് പറയുന്നത് ഒരു അജ്ഞാനഗോളം. അവർക്ക് ജ്ഞാനമില്ല. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും എന്നാണ് അവരുടെ ചിന്ത.
ആവിഷ്കാരങ്ങളെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ അന്തർഭൂതമായ അജ്ഞാനത്തിന്റെ സൃഷ്ടികൾ. വിഭിന്ന ആവിഷ്കാരങ്ങൾ അത്രയും ആ അജ്ഞാനത്തിന്റെ പ്രദർശനങ്ങൾ തന്നെ എന്നവർ ഉറയ്ക്കുന്നു. അവർ വിശ്വസിച്ച ആ തത്വശാസ്ത്രം തന്നെയാണ് ശരിയെന്നാണ് അവരുടെ പക്ഷം. വാസ്തവത്തിൽ ഇല്ലാത്ത പലതിനെയും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണ് ഇത്. ഉണരുമ്പോൾ മാത്രമാണ് അവ അയഥാർത്ഥങ്ങൾ എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ജീവിതം ഒരു സ്വപ്നമാണെന്ന് അസുരന്മാർ പറയുന്നെങ്കിലും ആ സ്വപ്നത്തെ ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് വേണ്ടത്രയുണ്ട്. അവർക്ക് എൻജോയ്മെന്റ്, മെറ്റീരിയൽ എൻജോയ്മെന്റ് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് സ്വപ്നത്തിലാണെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് അവർക്കുണ്ട്. ആസ്വദിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അവർ സ്വപ്നലോകത്തിൽ അധികം കുടുങ്ങിപ്പോകുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്ന് മാത്രമാണെന്നത് പോലെ ആത്മാവിനെ കൂടാതെയാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. അതായത് ആത്മാവില്ല എന്നാണ് അവരുടെ വാദം. ഒരു കുട്ടി എങ്ങനെയാണോ സ്ത്രീ പുരുഷ സംയോഗത്താൽ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഭൗതിക ജീവിതത്തില് എല്ലാവരും ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. ഈ പ്രപഞ്ചം ഉണ്ടായതും അതേപോലെയാണ്. അത് തനിയെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അല്ലാതെ അതിനൊരു കാരണം, ഒരു ഹേതു ഉണ്ട്, അത് അവർ വിശ്വസിക്കുന്നില്ല. ഭൗതിക പദാർത്ഥത്തിന്റെ ഒരു സമ്മിശ്രണത്തിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി. ആത്മാവിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അതായത് ഭൗതിക പദാർത്ഥത്തിന്റെ ഒരു സമ്മിശ്രണം, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലാതെ ഭഗവാനാണ് ഇതിന്റെ പിന്നിലെന്നും സർവ്വത്തിനും കാരണം ഹേതു ഭഗവാനാണെന്നുള്ള ജ്ഞാനം അവർക്ക് ഉദിക്കുന്നേ ഇല്ല. അനേകം ജീവികൾ വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നു. അതായത് നമ്മൾ മുൻപ് ഒരു ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്, അരിക്കൂമ്പാരത്തിൽ നിന്ന് തേളുകൾ വരുന്നത്. അപ്പോൾ അരിയിൽ നിന്നാണ് അതിന്റെ ജീവൻ ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. മരിച്ച ശരീരത്തിൽ നിന്നും കാരണം കൂടാതെ ജീവികൾ ഉണ്ടായി കാണാറുണ്ട്. വിശ്വ ആവിഷ്കാരത്തിലും അങ്ങനെ തന്നെ ഭൗതിക പദാർത്ഥങ്ങളുടെ സമ്മിശ്രണ വൈവിധ്യത്താൽ ജീവികളെല്ലാം പിറന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക പ്രകൃതിയല്ലാതെ ഈ വിശ്വസർഗത്തിന് മറ്റൊരു കാരണമില്ല. ഇതൊക്കെയാണ് അക്കൂട്ടരുടെ വിശ്വാസം. എന്നാൽ മയധ്യക്ഷണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഈ ഭൗതിക ലോകങ്ങളെല്ലാം എന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് ഒരു പുൽക്കൊടി തുമ്പിന് അനങ്ങാൻ പോലും ഭഗവാന്റെ അനുവാദം വേണം, എന്നെങ്കിൽ മാത്രമേ അത് അനങ്ങുകയുള്ളൂ. അത്രയ്ക്കും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഈ ആസുര സ്വഭാവികൾക്ക് അറിയാൻ കഴിയുന്നില്ല. അവര് അജ്ഞാനത്താൽ മൂടപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് ഇങ്ങനെയുള്ള ഒരു അറിവ് അവര് നേടാനും ശ്രമിക്കുന്നില്ല, അവർക്ക് അത് ഉണ്ടാകുന്നുമില്ല. ആസുര സ്വഭാവികൾക്ക് പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പൂർണ്ണമായ അറിവ് ഇല്ലെന്ന് തന്നെ പറയാം. ഓരോരുത്തർക്കും തന്റേതായ ഒരു സിദ്ധാന്തമാണ് ഉള്ളത്. അവരുടെ സൃഷ്ടിയിൽ ധർമ്മശാസ്ത്രങ്ങളുടെ ഭാഷ്യങ്ങളെല്ലാം മെച്ചപ്പെട്ടവ തന്നെ. ധർമ്മഗ്രന്ഥങ്ങളുടെ അനുശാസനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. അതായത് ഇതെല്ലാം ഇങ്ങനെ ഇവര് പറയുന്ന ഈ തത്വശാസ്ത്രങ്ങളെല്ലാം അവര് പാലിക്കുന്നത് ഈ 7-ാം ശ്ലോകത്തിൽ ചെയ്യുന്നതെല്ലാം ഈ തത്വജ്ഞാനം വെച്ചുകൊണ്ടാണ് അവര് ഈ പ്രവർത്തിച്ച്. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്നോ ചെയ്യരുതാത്തത് എന്താണെന്നോ അറിയുന്നില്ല എന്ന് പറയുന്നത് അവരുടെ തത്വശാസ്ത്രം ഇതാണ്. അതായത് ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, അത് എങ്ങനെ ഉണ്ടായി, കുട്ടി എങ്ങനെയാണ് ഉണ്ടായത്, അതേപോലെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഇല്ല. ഇതാണ് അവരുടെ സിദ്ധാന്തം. അങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് ഈ ചാർവാക ഫിലോസഫിയാണ് ഇതെന്നാണ് നമ്മുടെ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിരീശ്വരവാദികൾ, ഭഗവാൻ ഇല്ല എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തമാണ് ഇവിടെ അവര് അനുസരിക്കുന്നത്. അതായത് ചാർവാക ഫിലോസഫിയിൽ പറയുന്നുണ്ട്, യാവേ ജീവേ സുഖം ജീവേ ദീനം കൃത്വ ഹൃദം പിബത്. അതായത് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം സുഖമായി ജീവിക്കുക. എന്നിട്ട് എന്ത് വേണം? കടം വാങ്ങിച്ചിട്ടായാലും നെയ്യ് കൂട്ടി കഴിക്കണം. അതായത് മൃഷ്ടാന്ന ഭോജനം കഴിക്കുക. അതായത് ഭക്ഷണം സുഭിഷ്ടമായി കഴിക്കുക. അത്രയും നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുക. അതാണ് ചാർവാക ഫിലോസഫി. അതായത് നമ്മൾ പൊളിച്ച് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അതായത് വേറെ ഒന്നും നമ്മൾ ജീവിക്കുന്നതിൽ വേറെ ഒരു കാര്യവുമില്ല. സുഖമായി സന്തോഷമായി ജീവിക്കുക, ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിന്ന് ഏകാദശിയാണല്ലേ, നമുക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ എല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അത് അനുഷ്ഠിക്കുന്നു. പക്ഷേ അസുര സ്വഭാവികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ അവരുടേതായ രീതിയിൽ അവരുടെ തത്വശാസ്ത്ര പ്രകാരം ചെയ്യേണ്ടതും ചെയ്യാത്തതും ഒന്നും അറിയാതെ, അതായത് ഓരോ
4 വർണ്ണങ്ങളുണ്ട് അല്ലെ? ആ വർണ്ണാശ്രമ ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ബ്രാഹ്മണൻ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ അവർക്ക് ചെയ്യേണ്ട ഓരോ കർമ്മങ്ങളുണ്ട്. ബ്രാഹ്മണർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്, അവരത് ചെയ്യണം. അതുപോലെ ക്ഷത്രിയര് നമ്മുടെ സുരക്ഷ, അവര് അത് ക്ഷത്രിയ ധർമ്മം ചെയ്യണം. വൈശ്യരാണെങ്കിൽ കൃഷി, ഗോരക്ഷ, വാണിജ്യം അവരുടെ കർമ്മങ്ങൾ ചെയ്യണം. ശൂദ്രര് ഇവരെ സഹായിക്കുന്നു. അങ്ങനെ ഓരോ വർണ്ണത്തിനും ഓരോ അവർ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഈ അസുര സ്വഭാവികളായ വ്യക്തികള് അവരുടെ തന്നിഷ്ട പ്രകാരം അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് മുൻപുള്ള ശ്ലോകങ്ങൾ പറഞ്ഞത് അസുര സ്വഭാവികൾക്ക് ഇവിടെ ബന്ധനമാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത്. അവർക്ക് ഒരിക്കലും മുക്തിയിലേക്കുള്ള മാർഗം തുറന്നു കിട്ടുകയില്ല. അതാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ ഇല്ല എന്നാണ് അവരുടെ ഭാഷ്യം. അതായത് ഈശ്വരൻ ഇല്ല, എല്ലാം തനിയെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അതിൽ നമുക്ക് ഒരേ ഒരു ജീവിതമേ നമുക്ക് വീണ്ടും അടുത്തൊരു പുനർജന്മം ഉണ്ടെന്നുള്ള ഫിലോസഫി അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒന്നില്ല, ഈ ജീവിതത്തിൽ തന്നെ എല്ലാം അവസാനിച്ചു. അതായത് നമ്മൾ സുഖിച്ച്, ഈ ചാർവാക ഫിലോസഫി പറഞ്ഞ പോലെ സുഖിച്ച് ജീവിക്കുക, സന്തോഷം മാത്രം. ദുഃഖം, പക്ഷേ അവിടെയും ദുഃഖം വരുന്നുണ്ട്, ഒരിക്കലും ദുഃഖം ഇല്ലാതാകുന്നില്ല. അതായത് ദുഃഖാലയം അശാശ്വതം ആണ് ഈ ലോകം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അസുര സ്വഭാവികളുടെ തത്വശാസ്ത്ര പ്രകാരം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, പുനർജന്മം ഉണ്ടാവുകയില്ല എന്നാണ് അവരുടെ തത്വശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുര സ്വഭാവികൾക്ക് ഒരിക്കലും വേറെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് സെക്സ് ലൈഫ്, അവരുടെ ആ കാമത്തെ തൃപ്തിപ്പെടുത്തുക, അതിനു വേണ്ടിയാണ് അവരുടെ ജീവിതം എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരി ഓം. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ആദ്യത്തെ ശ്ലോകത്തിലെ വിശ്വനാഥ ചക്രവർത്തിയുടെ കുറെ കോട്സ് പറയുന്നു. ശരിക്കും വിശ്വനാഥ ചക്രവർത്തിയുടെ ബുക്കിൽ ആക്ച്വലി ഒറ്റ സെന്റൻസേ ഉള്ളൂ പുറപ്പെട്ട്. പ്രവൃത്തി മീൻസ് ധർമ്മ, നിവൃത്തി മീൻസ് അധർമ്മ. ഒരു സെന്റൻസ് പുറപ്പെട്ടു. ഇതൊക്കെ എവിടെ സോഴ്സ് ചെയ്ത അല്ലേ? നെറ്റോ? പറ്റുന്നല്ലേ? വിശ്വനാഥ ചക്രവർത്തി പറഞ്ഞേ ഉള്ളൂ, തന്നെ ഉള്ളൂ, വേറെ അവരുടെ ഇതായിരിക്കും. ഇനി സാധാരണ അണ്ടർസ്റ്റാൻഡിങ് പ്രവൃത്തി നിവൃത്തി എന്ന് പറയുമ്പോൾ, പ്രവൃത്തി എന്നുള്ള ആക്ഷൻസും ഭൗതിക ലോകത്തിലത്തെ പ്രവർത്തനങ്ങളാണ് പ്രവൃത്തി വേണം. നിവൃത്തി എന്നുള്ളത് ആ ഭൗതികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ഉദ്ദേശത്തിലാണ് പറയാറ് പ്രവൃത്തിയും നിവൃത്തിയും എന്നുള്ളത്. ശങ്കരാചാര്യക്കും അങ്ങനെയാണ് കൊടുക്കാറ്. നിവൃത്തി മീൻസ് റിനൗൺസിയേഷൻ, ഭൗതികമായ പ്രവർത്തനങ്ങൾ. ഭൗതിക പ്രവർത്തനങ്ങൾ ഈവൻ മനുഷ്യന്റെ ഒരു വാല്യൂസ് എന്ന് പറയില്ലേ, ധർമാർത്ഥ കാമകോശ വാല്യൂസ്, വേദങ്ങൾ പറയുന്ന പുരുഷാർത്ഥങ്ങൾ, അതെല്ലാം ആക്ഷനെ കണക്കാക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ് നിവൃത്തി പറയുന്നത്. പക്ഷെ വിശ്വനാഥ ചക്രവർത്തി നമ്മുടെ പരമ്പരാഗത ഇത് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, പ്രവൃത്തി എന്നുള്ളത് ധർമ്മ, നിവൃത്തി എന്നുള്ളത് അധർമ്മ പറയുന്നുണ്ട്. ബലദേവ് വിദ്യാഭൂഷൺ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വേദങ്ങളെ തള്ളിപ്പറയുന്നതുകൊണ്ട് ഇവർക്ക് ധർമ്മം എന്താണെന്നോ അധർമ്മം എന്താണെന്നോ അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോ അതിലാണ് ശിലാപ്രബോധം ആ ലൈനാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ലൈനാണ് കൂടുതൽ പറഞ്ഞത്. പിന്നെ ശൗചം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ശൗചം, ആചാരോ സത്യം തേഷു വിദ്യത എന്നൊക്കെ പറയും. ക്ലീൻലിനെസ് ഇല്ല, റെഗുലേറ്റഡ് ആക്ടിവിറ്റീസ് ഇല്ല, ട്രൂത്ത്ഫുൾനെസ് ഇല്ല, ഓണസ്റ്റി ഇല്ല. കാരണം വേദങ്ങൾ റിജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും സത്യസന്ധത ഉണ്ടാവില്ല. കാരണം വേദങ്ങളാണ് എല്ലാത്തിനും അടിസ്ഥാനം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ചാർവാകമുനി പറയുന്നുണ്ടല്ലോ, ചാർവാകമുനി റിജക്ട് ചെയ്യുന്നുണ്ട്, വേദങ്ങൾ റിജക്ട് ചെയ്യുന്നുണ്ട്. അവരോട് രാത്രി കാലങ്ങളിലെ കുറുക്കന്റെ ഊഴിയിടൽ പോലെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അത്രയും വളരെ മോശമായ രീതിയിലാണ് വേദങ്ങളെ അവരെ ഇതാക്കണം. ത്രയോ വേദ്യസ് കർത്താരോ ബന്ധഭൂത നിശ്ചര. The makers of three Vedas are jackals imitating the wise men. അപ്പോ ഇവിടെ ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ വേദങ്ങൾ റിജക്ട് ചെയ്യാം. അപ്പൊ വേദങ്ങൾ റിജക്ട് ചെയ്യാൻ പിന്നെ എന്താണ് അവരുടെ ഫിലോസഫി എന്ന് നോക്കാം. അപ്പൊ അതാണ് 8ാം അധ്യായത്തിൽ പറയുന്നത്, 8ാം ശ്ലോകത്തിൽ.
വേദങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഫിലോസഫി എന്തായിരിക്കണം അവർക്ക്? ഇപ്പോൾ മായാവാദികളുടെ ഫിലോസഫി, അതായത് ഫിലോസഫി ആകെ കൂടി ഒരു സോളേ ഉള്ളൂ, ആകെ കൂടി ഒരു ആത്മാവേ ഉള്ളൂ എന്ന നിലയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. സിംഗിൾ യൂണിവേഴ്സൽ സോൾ, അതാണ് മായാവതി ഫിലോസഫി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ജഗത്താണ് മിഥ്യയായിട്ട് തന്നെ കണക്കാക്കേണ്ടത്, ആകെ കൂടി ഒരു യൂണിവേഴ്സൽ സോൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന നിലയിൽ അവതരിപ്പിക്കും. ഇവിടെ ഈശ്വരനില്ല. ഈ പറയുന്ന ഭഗവാൻ എന്ന് പറയുന്നത് ഒരു കാൽപ്പനികമാണ്, അല്ലെങ്കിൽ ഭൗതിക സൃഷ്ടി, അതും ഭൗതിക സൃഷ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മൂർത്തികളും ഭൗതികമായതുകൊണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫോംസും ഭൗതികമായതുകൊണ്ട് ഭഗവാനും ഭൗതികം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനുമായിട്ടുള്ള റിലേഷൻ നമ്മൾ പറയും ഭക്തി എന്ന് പറയും, ഭഗവാനുമായിട്ടുള്ള സംബന്ധം ചെയ്യുന്ന ഭക്തി. ആ ഭക്തിയും എന്താണ്? ഭൗതികത്തിൽ നിന്ന് തന്നെയാണ്. അത് താൽക്കാലികമാണ്, അത് സത്യമല്ല, അതാണ് അസത്യം എന്നാണ്. അത് സത്യമല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബുദ്ധിസ്റ്റിനെ ഇത് കുറേ കൂടി ഇതായിട്ടാണ് പറഞ്ഞത്. അപരസ്പര സംഭൂതം ആണോ? ഇപ്പൊ ഇവര് പറഞ്ഞു സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ബന്ധത്തില് ഒരു കുട്ടി ജനിക്കണം. പക്ഷെ ഒരു കുട്ടിയെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ അല്ല അത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുമ്പാരൻ കുടം ഉണ്ടാക്കുന്നത് കുടം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യണത്. പക്ഷെ ഇതങ്ങനെയല്ല, അത് എന്തോ ഒരു എന്താ പറയുക, ബൈ ചാൻസ് ഉണ്ടാവുന്നതാണ്, ഒരു പ്രത്യേക ഉദ്ദേശത്തോടി ചെയ്തതല്ല. എന്ന് വെച്ചാൽ സൃഷ്ടി എന്നുള്ള പൊതുവെ ഒരു ഉദ്ദേശത്തോടി അല്ല എന്ന് ഉദ്ദേശിച്ചാണ്. എന്തുകൊണ്ട് സൃഷ്ടി നടത്തി ഭഗവാൻ എന്നുള്ളത് വൈഷ്ണവ ഫിലോസഫിയിൽ നമ്മൾ പറയുന്നുണ്ട്. പതിതാത്മാക്കൾക്ക് ഭഗവത്ധാമിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സംവിധാനമാണ് ഈ ഭൗതിക ലോകം എന്നാണ് നമ്മുടെ ഫിലോസഫി. പക്ഷേ ഇതിന് പിന്നിൽ യാതൊരു ഉദ്ദേശവുമില്ല, തന്നെത്താൻ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ മോഡേൺ സയൻസ്, ബൈ ചാൻസ് ഇവല്യൂഷൻ തിയറി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നല്ല. ചാർവകവനിയെ സംബന്ധിച്ചോളം അപരസ്പര സംഭവം കിമന്യത് കാമഹൈതുകം, ഇത് യാതൊന്നുമില്ല, വെറും കാമം മാത്രമേ ഉള്ളൂ. അപ്പോൾ കാമം എന്നുള്ളത് എൻജോയ്മെന്റ് ഭാഗമാണ്. നേരത്തെ പറഞ്ഞത് ഇത് പറയുന്നുണ്ട്, ദൃഢം കൃത്വ ഘൃതം പീപേ യാവത് ജീവേ സുഖം ജീവേ. അതുപോലെ പറഞ്ഞു ഭസ്മി ഭൂതസ്യ ദേഹസ്യ കിം പുനരാഗമനം. ജീവന്റെ ശരീരം കത്തി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് തിരിച്ചു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് എന്നുള്ള സാധനം ഇല്ല, വെറും ശരീരം മാത്രമേ ഉള്ളൂ. ആ ശരീരം മാത്രമായതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം അത് മാക്സിമം എൻജോയ് ചെയ്യാം. ഇപ്പോഴത്തെ ഫിലോസഫി എങ്ങനെയുള്ളൂ, നമുക്ക് ആകെ കൂടി ഒരു ലൈഫേ ഉള്ളൂ, അതിങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ, അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇതെല്ലാ ഫിലോസഫിയും വേദങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. വൈഷ്ണവരെ പൊതുവെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് വേദമാണ് പ്രമാണം. പക്ഷെ വേദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇവരുടെ ഈ ഫിലോസഫി അവരുണ്ടാക്കണം. അത് എത്രയും അപകടം പിടിച്ചാണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.